ഹായ്, വെൽക്കം ബാക്ക് ടു യൂസി ട്രേഡ്സ്. ഇന്ന് ഞാൻ അടുത്ത ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 0 to 0 കോഴ്സാണ്. ബിക്കോസ് ഇന്ന് സെൻസെക്സ് എക്സ്പയറി ആണ്. നാളെ മാർക്കറ്റ് ഹോളിഡേ ആയതുകൊണ്ട് തന്നെ ഇന്ന് എക്സ്പയറി ആണ്. സോ ഞാനെടുത്ത എൻട്രി ഒരു 75,300 PE ആണ്. ഓൾറെഡി എടുത്തു. കുറച്ച് സമയത്തിനകത്ത് തന്നെ ഞാൻ സ്കോർ ഓഫ് ചെയ്തു. അത്യാവശ്യം നല്ല റിട്ടേൺസ് വന്നപ്പോൾ ഞാൻ സ്കോർ ഓഫ് ചെയ്തു. വളരെ ചെറിയ രീതിയിലാണ് ഞാൻ ഹോൾഡിംഗ് പരിപാടി ഇതിനകത്ത് ചെയ്തിട്ടുള്ളത്. കാര്യം നമുക്കൊരു എക്സ്പയറി ദിവസം ആയതുകൊണ്ട് തന്നെ ട്രെൻഡിന് എഗനിസ്റ്റ് ആയിട്ടാണ് ഞാൻ എൻട്രി എടുത്തിരിക്കുന്നത്. ബിക്കോസ് എനിക്ക് രാവിലത്തെ ഒരു അപ് ട്രെൻഡ് എൻ്റെ അനലൈസ് പ്രകാരം ആ അപ് ട്രെൻഡ് എനിക്ക് ട്രേഡിന് പറ്റിയ ട്രേഡ് അല്ലായിരുന്നു. കാര്യം എനിക്കത് ഓളിയും തോന്നിയിട്ടില്ല. അതിൻ്റെ മാർക്കറ്റ് എന്തൊക്കെ ഇതുവരെ കൺഫ്യൂഷൻ തോന്നി. എനിക്ക് എൻ്റെ ഇൻഡിവേഷൻസ് ഒന്നും കിട്ടിയിട്ടില്ല. സോ എനിക്ക് എൻ്റെ കൺഫർമേഷൻ എനിക്കൊന്നും വരാത്തതുകൊണ്ട് ഞാൻ സിയിലേക്ക് എൻട്രി എടുത്തില്ല. ഞാനെടുത്ത പിയിലേക്കാണ് എൻട്രി എടുത്തത്. ആ പിയിലേക്ക് എൻട്രി എടുത്തു. ഫസ്റ്റ് എൻട്രി ഞാൻ ക്ലോസ് ചെയ്തു. അടുത്ത എൻട്രി ഞാൻ വീണ്ടും ഒരു എൻട്രി വീണ്ടും എടുത്തു. വീണ്ടും ബിയിലേക്കാണ് എൻട്രി എടുത്തത്. രണ്ടും 0 to 0 രീതിയിലാണ് എടുത്തേക്കുന്നത്. ആദ്യത്തൊരു അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് ഞാൻ ബുക്ക് ചെയ്തു. രണ്ടാമത്തത് 75,300 PE തന്നെ സെയിം വീണ്ടും എഗെയിൻ എടുത്തു. അതും നല്ലൊരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നുണ്ട്. ഇത് ആക്ച്വലി വീഡിയോ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത ശേഷം ഞാൻ രണ്ടാമത് വീഡിയോ എടുക്കുന്നതാണ്, കൂടെ എടുത്ത വീഡിയോ അല്ല. കാര്യം ഞാൻ അന്നത്തെ ദിവസം എനിക്ക് തീരെ സമയം കുറച്ച് കുറവായിരുന്നു. അതും അങ്ങനെയുള്ള മാർക്കറ്റിങ്ങിനെ വന്നതുകൊണ്ട് പെട്ടെന്ന് കൺഫ്യൂഷനായിട്ട് എന്തൊക്കെയാണ് നമുക്ക് അവിടെ ഇനിയുള്ള പ്രോപ്പർ പ്ലാൻസ് എന്താണ്, അതിലെന്താണ് അവിടുത്തെ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്ന മാർക്കറ്റിനകത്ത്. അങ്ങനെ ബാക്ക് എൻഡ് ചെക്കിങ് കാര്യങ്ങൾക്ക് ഫുള്ളായിരുന്നു. ഈ എൻ്റെ എടുക്കുന്ന സമയത്ത് ഞാൻ ബാക്കോട് ചെക്കിങ് ആയിരുന്നു. എന്തൊക്കെയാണ് ഇത്രയും വളരെ ഓളിൽ കുറഞ്ഞിട്ട് മാർക്കറ്റ് അപ്പ് മൂവ്മെൻറ്റ് പോകുന്നത് എന്താണെന്ന് മനസ്സിലാവാതെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. കാരണം മനസ്സിലായി, അത് പബ്ലിക്കായിട്ട് പറയാൻ പറ്റുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ പറയുന്നില്ല തൽക്കാലത്തേക്ക്. എനിവേ, നമുക്ക് ഈ ട്രേഡ്സിൻ്റെ ഫുള്ള് റിസൾട്ട് കാണാം. ഞാൻ ഓൾറെഡി രണ്ട് ട്രേഡേ എടുത്തിട്ടുള്ളൂ. അത്യാവശ്യം നല്ല പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തിയിട്ടുമുണ്ട്. ആദ്യം 1000 ലോട്ടാണ് എടുത്തേക്കുന്നത്. രണ്ടാമതെടുത്ത് 500 ലോട്ടാണ്. രണ്ടും കൂടി ഏകദേശം ഒരു 5.5 ലക്ഷം രൂപയ്ക്ക് അടുപ്പിച്ച് ഞാൻ പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തിയിട്ടുണ്ട്. നമുക്കത് നോക്കാം. ആദ്യത്തെ പ്രോഫിറ്റ് ക്ലോസ് ചെയ്തു. രണ്ടാമത്തെ ട്രേഡാണിത്. അത് ഏകദേശം 2 lakh പ്ലസ് പ്രോഫിറ്റ് ആയിട്ടുണ്ട്. $3 lakh പ്ലസ് പ്രോഫിറ്റ് ആയിട്ടുണ്ട്. ഞാൻ രണ്ടും കൂടി 5,52,000 രൂപയാണ് ഞാൻ ഓൾറെഡി ബുക്കിംഗ് ചെയ്തിരിക്കുന്നത്. ഇതിൽ വേറൊരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പ്രോഫിറ്റ് പെർസെൻറ്റേജ്, അതായത് ഞാനെപ്പോഴും പെർസെൻറ്റാണ് പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തുന്നത്. 19%, 16% ആയിട്ട് നല്ല പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തിയിട്ടുണ്ട് നിലവിൽ. താങ്ക്സ്. എന്തായാലും ഈ വീഡിയോ ഡിലേ ആയിട്ടാണ് വരുന്നതെന്ന് എനിക്കറിയാം. കാര്യം ഞാൻ ഇത് ബുധനാഴ്ച എടുത്ത ട്രേഡാണ്. ഞാൻ നാളത്തേക്കാണ് ഇത് പ്ലാൻ ചെയ്തിരിക്കുന്നത്, ട്രേഡ് ഇടാമെന്നുള്ള പ്ലാൻ. പക്ഷേ ഇത് ട്രേഡ് ഇടുന്നത് ഇന്ന് വെള്ളിയാഴ്ചയാണ്. ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത് ഇന്ന് വെള്ളിയാഴ്ചയാണ്. കാരണം സമയം തീരെ കിട്ടിയിരുന്നില്ല, അതുകൊണ്ടാണ് ഡിലേ ആയിപ്പോയത്. അപ്പോൾ ഇന്നത്തെ ട്രേഡിൻ്റെ അത് ഞാൻ നാളെ അപ്ലോഡ് ചെയ്യാം. ഓക്കെ.